Hi friends, welcome to our channel. Next question is, identify the correct statement about the cash book. Statement 1, a cash book records only cash transactions. Statement 2, the cash book functions as both a journal and a ledger. Statement 3, a cash book eliminates the need for a separate cash account in ledger. The options are option A, only 1 and 2 are correct. Option B, only 2 and 3 are correct. Option C, only 1 and 3 are correct. Option D, all statements are correct. And the answer is option D, all statements are correct. അപ്പോൾ നമുക്ക് നോക്കിപ്പോവാം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. എ ക്യാഷ് ബുക്ക് റെക്കോർഡ്സ് ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻ. ക്യാഷ് ബുക്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അതിൽ ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഏത് ട്രാൻസാക്ഷൻ മാത്രമാണ്? ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ട്രാൻസാക്ഷൻ വരാം. ക്യാഷ് ട്രാൻസാക്ഷനും വരുന്നുണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുന്നത്? നമ്മുടെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ദ ക്യാഷ് ബുക്ക് ഫങ്ഷൻസ് ആസ് എ ബോത്ത് എ ജേർണൽ ആൻഡ് എ ലെഡ്ജർ. അപ്പോൾ ക്യാഷ് ബുക്ക് ജേർണലായും ലെഡ്ജറായും ആക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് നമ്മൾ പറയുന്നതാണ്. എങ്ങനെയൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്? ജേർണലായും ലെഡ്ജറായും. അപ്പോൾ ക്യാഷ് ബുക്കിന് നമ്മൾ ജേർണൽ എന്ന് പറയുന്നു. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്താ? സബ്സിഡറി ബുക്കാണ് അല്ലേ. നമ്മൾ സബ്സിഡറി ബുക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചത് ഒരു ക്യാഷ് ബുക്ക്. സബ്സിഡറി ബുക്കിൻ്റെ അണ്ടറിൽ നമ്മൾ പഠിച്ചിരുന്നു. സബ്സിഡറി ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? ജേർണലിൻ്റെ ഭാഗമാണ്. ഇത് ജേർണൽ തന്നെയായിട്ട് നമുക്ക് പറയാം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്താ? ലെഡ്ജർ. നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാലും ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്യാഷ് ബുക്ക് തന്നെ. ഇപ്പോൾ ക്യാഷ് ബുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ആവശ്യം വരുന്നുണ്ടോ? അവിടെ ആവശ്യം വരുന്നില്ല. കാരണം എന്താ? അത് രണ്ടും സെയിം തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് തന്നെയാണ് അല്ലേ. ജേർണലായും ലെഡ്ജറായും ആക്ട് ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? എ ക്യാഷ് ബുക്ക് എലിമിനേറ്റ്സ് നീഡ് ഫോർ എ സെപ്പറേറ്റ് ക്യാഷ് അക്കൗണ്ട് ഇൻ ദി ലെഡ്ജർ. അപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് അക്കൗണ്ട് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതായത് ക്യാഷ് ബുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ബുക്ക് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ലെഡ്ജറിൽ വീണ്ടും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുത്തുന്നില്ല. അത് എലിമിനേറ്റ് ചെയ്യുന്നു. ആ ഒരു നീഡ് എലിമിനേറ്റ് ചെയ്യുന്നു. കറക്റ്റാണ്. ഞാൻ ആ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞതല്ലേ, അത് ജേർണലായിട്ടും ലെഡ്ജറായിട്ടും ആക്ട് ചെയ്യുന്നു. ക്യാഷ് ബുക്കും ക്യാഷ് അക്കൗണ്ടും എന്തുതന്നെയാണ്? സെയിം തന്നെയാണ്. സോ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്ന് പറഞ്ഞത്. എ ക്യാഷ് ബുക്ക് റെക്കോർഡ്സ് ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ് ആക്ടിങ് ആസ് ബോത്ത് എ ജേർണൽ. ഓക്കെ, നമ്മൾ ഇനീഷ്യൽ റെക്കോർഡിംഗിൽ അത് ജേർണലായിട്ടും ആൻഡ് ലെഡ്ജർ ഫോർ ക്യാഷ് അക്കൗണ്ട്സ് മേക്കിംഗ് എ സെപ്പറേറ്റ് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ട് അൺനെസസറി. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ആവശ്യം അവിടെ നമുക്ക് വരുന്നില്ല. ക്ലിയർ അല്ലേ അത്? താങ്ക്